ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, ഏത് സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഈ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഇന്നലത്തെ വീഡിയോനെ സംബന്ധിച്ചുള്ളൊരു കാര്യം പറയാം. ഇന്നലെ നമ്മുടെ ആ ഒരു പൗർണമി റിച്വലിനും കൂടി വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 12 മണി വരെ അല്ല, അത് കഴിഞ്ഞിട്ടും വന്നിട്ടുള്ള കുറച്ച് പേരെ കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ള പേര് നക്ഷത്രമൊക്കെ ഇട്ടിട്ടുള്ളവർക്ക് നമ്മൾ ലൈക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലൈക്ക് കൊടുത്തിട്ടുള്ളവരെല്ലാം ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത മാസം വീണ്ടും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് മാച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അപ്പോൾ റീഡിംഗ് കാണുന്ന ടൈം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതെല്ലാമാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന 2 മെയിൻ കാർഡ്സ് എന്ന് പറയുന്നത് അബണ്ടൻസ് അതുപോലെ തന്നെ സോളിറ്റ്യൂഡാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് അവസാനം വരാം. അതിന് മുൻപായിട്ട് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിൽ എന്താണ് വന്നിരിക്കുന്നത്, അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇവർ നിങ്ങളോട് മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തിൻ്റെ പേരിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോടൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം, സോഷ്യൽ മീഡിയാസിലായാലും, അല്ലെങ്കിൽ അവരുടെ നമ്പറും എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ചിലപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മെസ്സേജ് ചോദിച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യാതെ ജസ്റ്റ് ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയും ആവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തരത്തിൽ പെരുമാറുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്കുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ പ്രിയപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബൗണ്ടറി നിങ്ങൾക്കെതിരായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എവിടെ നിന്ന് കഴിഞ്ഞാലാണ് അവർക്കൊരു സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ എവിടെ നിൽക്കുമ്പോഴാണ് അവർക്ക് കുറച്ച് ഫേവറബിൾ സിറ്റുവേഷനായിട്ട് വരിക, ആ ഒരു രീതിയിൽ അവർക്ക് ഒരു മോസ്റ്റ് ഓപ്പർച്യൂണിറ്റി എവിടെയാണോ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ അവരുടെ ഒരു പൊതു സ്വഭാവമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കാർഡും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ വന്നിരിക്കുന്ന ആ ഒരു 5 കാർഡ്സിൽ 3 കാർഡ് നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു സർവൈവലിന് വേണ്ടി നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അതായത് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ഉറക്കം ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ അകാരണമായിട്ടുള്ള ടെൻഷൻസ്, കുറ്റബോധം, ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സണെ വിടാതെ പിന്തുടരുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മോഡിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ഈ ഒരു സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് അത്ര സ്റ്റേബിളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ അറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും അവർ സന്തോഷത്തോടെയല്ല ജീവിച്ചു പോകുന്നത്. അവർക്ക് കുറ്റബോധം, നിരാശ ഇതെല്ലാം അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് ആ ഒരു ടെമ്പറൻസ് കാർഡിൻ്റെ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് ഇവർ ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഇപ്പോഴുള്ള സാഹചര്യം അവർക്ക് താല്പര്യമില്ലെങ്കിൽ കൂടിയും ആ ഒരു താല്പര്യമില്ലായ്മ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പല കാർഡ്സിലൂടെ. അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് കാർഡും അവരുടെ ഒരു മനസ്സിൻ്റെ വിഷമം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ടും ആ ഒരു ലൈഫിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു മധ്യവയസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെ മെച്ചുവറായിട്ട് ചിന്തിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ ഡിസിഷൻസ് വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇവിടെ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ നമുക്കറിയാം ആ ഒരു കപ്സിൻ്റെ കിങ് ആണ്. അതായത് അത്രത്തോളം സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കുന്നു. അവർ വളരെയധികം മെച്ചുവറായിട്ടുള്ള വ്യക്തിയാണ്. സോ ഇമോഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും എവിടെ ഏത് രീതിയിൽ എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ സംഭവിച്ചത് എന്ത് തന്നെ ആയാലും, ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ തന്നെ മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ പേരിലുള്ള എന്തെങ്കിലും ഒരു അലിഗേഷൻ കൊണ്ടായാലും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് നോക്കി പോയതുകൊണ്ടായാലും, അവരിപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ ഒന്നിനും കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ അവരെല്ലാം മനസ്സിലാക്കുന്നു, എല്ലാത്തിനെക്കുറിച്ചും അവർ അവെയറാണ്. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതിന് അവർ മാത്രമാണ് ഉത്തരവാദി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അവർ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഒരു രീതിയിൽ മോശമായിട്ട് കാണാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സമയം അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് വരിക, എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഇവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ അടുത്തതായിട്ട് വരുന്നത് ആ ഒരു 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അതായത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർ വളരെ മെച്ചുവറായിട്ടുള്ള ആൾക്കാരാണ്, പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും അവർക്ക് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ ഉണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ തുടർന്നു കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നാളെ ഉണ്ടായേക്കാവുന്ന ഗുണങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ ഇവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ തുടർന്ന് പോകാനായിട്ട് ഈ വ്യക്തി താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ തുടർന്നുകൊണ്ട് പോയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ എന്തൊക്കെയോ വിൻ ചെയ്യാനായിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കഷ്ടപ്പെട്ടിട്ടല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു സാഹചര്യമായിട്ട് കൂടി അതിലവർ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ആ ഒരു 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളോട് കൂടുതലായിട്ട് അടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ചില ഉദ്ദേശങ്ങൾ നടക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇവർ നിങ്ങൾക്കായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അതിർവരമ്പിനുള്ളിലേക്ക് നിങ്ങൾ വരണ്ട, ഇപ്പോൾ തൽക്കാലം അതിനുള്ളൊരു ടൈം ആയിട്ടില്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഡെക്കിലുള്ള കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നല്ല രീതിയിലുള്ളൊരു താല്പര്യമുണ്ട്. അതാണ് ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി സൂചിപ്പിക്കുന്നത്. അത്രമേൽ സ്നേഹം ഉള്ളിലുണ്ട്. പക്ഷേ ഇമോഷൻ വൈസ് അവരത് പുറത്ത് കാണിക്കുന്നില്ല. ചില കാര്യങ്ങൾ കൊണ്ട് അവരത് ഉള്ളിൽ ഒതുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിഷമിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫസ്റ്റ് കാർഡ് നമുക്ക് ആ ഒരു 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നത്. ആ ഒരു വിഷമം, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അതിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നത് അവരുടെ ആ ഒരു റിഗ്രറ്റ് കൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നല്ലൊരു നാളേക്കായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിലേക്ക് കൂടെ കൂട്ടാൻ വേണ്ടിയായിരിക്കും അവർ ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ ആ ഒരു നെക്സ്റ്റ് ഡെക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് പേഷ്യൻസ് എന്നുള്ള കാർഡാണ്. അതായത് അവരുടെ ആ ഒരു സഹനശക്തിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു മുൻപിൽ വന്നിരിക്കുന്ന ഡെക്കിലുള്ള കാർഡുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർ സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വീണ്ടും ഉറപ്പിക്കുന്നൊരു കാര്യം കൂടിയാണ് ഈ ഒരു കാർഡ്. അതായത് അവർ അത്രമേൽ അവിടെ ഒരു ക്ഷമിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ യഥാർത്ഥ ഒരു ക്യാരക്ടറിനെ മാറ്റി വെച്ചായിരിക്കാം അവരവിടെ ചിലപ്പോൾ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ആ ഒരു ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്കുള്ള ദൂരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെയുള്ളൊരു പ്രതീക്ഷ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ആ ന്യൂ മൂൺ പോലെ അല്ലെങ്കിൽ ആ ഒരു അമാവാസി പോലെ ഒന്നും ഇല്ലാതെ ഇരുട്ടായിട്ടുള്ളൊരവസ്ഥയായിരിക്കാം. അപ്പോൾ നാളെ അത് മാറിയിട്ട് ആ ഒരു ഫുൾ മൂണിൻ്റെ എനർജി പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പൗർണമി പോലെ തീർച്ചയായിട്ടും എല്ലാ പ്രകാശങ്ങളോടും കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥയും കൂടിയാണ് നമുക്കതിലൂടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷം, സങ്കടം ഇതെല്ലാം നിയന്ത്രിക്കുന്നതിൽ ആ ഒരു മൂണിന് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മനോകാരകനാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ എല്ലാ ഇമോഷൻസും നിയന്ത്രിക്കുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി അപ്സെറ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഭാവിക്കായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ്
നാളെ മറ്റൊരു ലെവലിലേക്ക് പോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു സൈലൻസ് കാർഡാണ്. അത് ഞാനപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒന്നും നിങ്ങളോട് പ്രതികരിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മുഖം തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നത് നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്നുള്ളതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇത്തരത്തിൽ നിങ്ങൾ ഇത്ര നല്ലൊരു റിലേഷൻഷിപ്പിൽ പോയിട്ട് ഇങ്ങനെയുള്ളൊരു അവോയ്ഡിങ് കാണിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കാനായിട്ടുണ്ടാവില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു നിലയിലെത്താൻ ഈ പേഴ്സണ് സാധിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളതെങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളൊരു ഭയവും ഈ ഒരു പേഴ്സണുണ്ട്. ഇനി അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പോസിബിലിറ്റീസ് എന്നുള്ള കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ചില സമയങ്ങളിൽ എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള അവരുടെ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം സ്റ്റേബിൾ അല്ല ഈ ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അവർ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. എങ്കിൽ പോലും പലപ്പോഴും അവർ ചിന്തിക്കുന്നത് അതിന് മുൻപേ തന്നെ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താലോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്കൊന്ന് വരാൻ ശ്രമിച്ചാലോ എന്നുള്ളൊരു തോട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ നേരെ തിരിച്ചും ചിന്തിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ പവർ അവർക്ക് കിട്ടിയതിന് ശേഷം വന്നാൽ മതി എന്നുള്ളൊരു തോട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പോസ്റ്റ്പോൺമെൻറ്റ് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഉടനടി ഒരു ആക്ഷൻ ഈ പേഴ്സൺ എടുക്കുന്നില്ല. പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇന്നത് വേണ്ട, അത് ശരിയാവില്ല, ഒന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് മതി. ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥയായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മൾ നാളെ നീളെ എന്ന് പറയുന്ന പോലെയുള്ളൊരു രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇവരിത് പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, നിങ്ങളോടുള്ള സ്നേഹമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അവർ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ നാളെ ആവട്ടെ എന്നുള്ള രീതിയിൽ ഇവരത് മാറ്റി വയ്ക്കുകയാണ്. ആ ഒരു പോസ്റ്റ്പോൺമെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇവിടെ അവസാനമായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു മൊറാലിറ്റി എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ ആ ഒരു കാർഡിലുണ്ട് ഇവരുടെ എല്ലാ ഒരു സ്വഭാവങ്ങളും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മൈൻഡിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒരു സൊസൈറ്റിനോടുള്ള ഭയം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നവർ ചിന്തിക്കുന്നത് പോലും അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള അവരുടെ ചിന്ത കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ തോട്ട് തന്നെയാണ്. അവർ പല രീതിയിൽ ആലോചിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇൻഡ്യൂട്ടീവ് പവർ ഉണ്ടെന്ന് വിശ്വസിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് ഈ ഒരു സമയം ശരിയല്ല. നമ്മൾ ഇതിന് മുൻപത്തെ കാർഡ് പറഞ്ഞതുപോലെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു മോറൽ അല്ലെങ്കിൽ ഇമ്മോറൽ എന്താണ് എന്നുള്ള രീതിയിൽ തുലനം ചെയ്ത് വരുമ്പോൾ ഇവർക്കൊരു ഡിസിഷനിലേക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്ട്രാ മെരീറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് ആ ഒരു സൊസൈറ്റിയുടെ മുൻപിൽ ഇത് ശരിയല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം തെറ്റിപ്പോവും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റെസ്പെക്റ്റ് സമൂഹത്തിൽ പോവും. ഇങ്ങനെയൊക്കെയുള്ളൊരു തോട്ടോ അല്ലെങ്കിൽ ഒരു പേടി ഒരു പേഴ്സൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡിലുള്ളൊരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യം ഇത്തരത്തിലാണുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അകറ്റി നിർത്തിയിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം അവർ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങളോട് ഈ ഒരു രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുള്ളൊരു കുറ്റബോധം ഇവരുടെ മനസ്സിലുണ്ട്. ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് അവർക്കറിയാം. നിങ്ങളോട് അവർക്ക് ഇഷ്ടമുണ്ട്. നിങ്ങളൊരു തരത്തിലും കുറ്റപ്പെടുത്താൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും അവരിപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും തുടർന്ന് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവരുടെ ഒരു സ്നേഹക്കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കൂടുമ്പോഴോ ആയിരിക്കും അവർ ഇത് അവരുടെ ഒരു പ്ലാനിങ് കംപ്ലീറ്റ് ആവുന്നത് വരെ നിൽക്കേണ്ട, അതിന് മുൻപായിട്ട് വരാമെന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവരത് നീട്ടി കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവരുടെ ഒരു ഭയമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സാണ് എന്നുള്ളത് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം. ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ചെയ്താൽ ഇതായിരിക്കും റിസൾട്ട് എന്നുള്ളത് അവർ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയം എന്നുള്ളൊരു വികാരത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കാത്തതും. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അകൽച്ചയെല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരാവുന്നതേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവരെല്ലാം ഒരു അവരുടേതായിട്ടുള്ള രീതിയിൽ സങ്കല്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ ഒരു എനർജി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നിങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കോൺടാക്റ്റ് കിട്ടിക്കാണില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. കാരണം ഇവർ ഓരോ ദിവസവും നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാഹചര്യങ്ങളെ മാത്രമല്ല ഭയമുള്ളത്, അല്ലെങ്കിൽ സൊസൈറ്റിയെ മാത്രമല്ല ഭയം, അവർക്ക് നിങ്ങളെയും ഭയമാണ്. കാരണം അവർക്കറിയാം അനാവശ്യമായിട്ട് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അവരാണല്ലോ ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടാവും എന്നുള്ളൊരു വ്യക്തിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടും ഒരു ഭയം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അവർ ആ ഒരു സാഹചര്യത്തിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്കിപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ അത് തന്നെയാണ് കൂടുതൽ ആപ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഫുൾ പവർ വരും എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച ഉണ്ടായത് ഇന്ന ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇവരുടെ ഒരു തോട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഒരു ഭീരുത്വമാണ്, അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനുള്ള ഇവരുടെ ഒരു കഴിവില്ലായ്മ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു ഡിസിഷൻ എടുത്ത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ ഒരു പ്ലാൻ പോലെ അവർക്കതിൽ സർവൈവ് ചെയ്ത് മുന്നോട്ട് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതവരുടെ വിജയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൻ കാർഡ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അബൻഡൻസ് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു നന്മ വരാൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ആരെങ്കിലും നമുക്കൊരു നല്ല സമയം കൊണ്ടുവന്ന് തരും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് മുൻപോട്ട് പ്രയത്നിച്ച് വരണം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും അവർ പലപ്പോഴും ആ ഒരു പോസ്റ്റ്പോൺമെൻറ്റ് കാർഡ് പോലെ നീട്ടി പോകുന്നൊരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഇവർ അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലെയാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിലൊരു അബൻഡൻസ്, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് വരണമെങ്കിൽ ഇവർ തന്നെ അതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സോളിറ്റ്യൂഡ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എവിടെയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇവരുടെ സിറ്റുവേഷൻഷിപ്പ് എന്ത് തന്നെ ആയാലും ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒറ്റയ്ക്കാണ്. ആരും അവർക്കൊരു തുണയില്ലാത്ത രീതിയിലാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മറ്റുള്ള ഡെക്കുകളെല്ലാം എടുത്തപ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയാണ്. അവരൊരു സഹനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരുടെ ആ ഒരു ഒറ്റപ്പെടലിനെ തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ ക്ലൂസ് എടുക്കുന്നില്ല, കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനും എനർജിയും എല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് തന്നെ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പോലെയാണോ നിങ്ങളുടെ സിറ്റുവേഷൻഷിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുകയാണോ, കുറേ നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ ഒരു കോൺടാക്റ്റ് കിട്ടിക്കാണാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരു എനർജിയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കോൺടാക്റ്റ് കിട്ടാത്ത വ്യക്തികളാണോ, അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.